ഹായ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ഒരു തനി നാടൻ 5 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഉള്ളിമുളകും ചാലിച്ചതാണ് കേട്ടോ. ഇന്നലെ ഇത് കൂട്ടി ഉണ്ണണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി വീഡിയോയിലെടുത്ത് കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഞാനത് വീഡിയോയിലെടുത്തു. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് ചെറിയ ഡിഫറൻസ് ഒക്കെ ആക്കി കുറച്ച് നല്ല ടേസ്റ്റ് കൂട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ? കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളിത് എങ്ങനെ ഉണ്ടാക്കുക, നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതിന് എന്താ പേര് പറയാമെന്നോ. വരൂ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 5-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 5-10 അല്ല, 10-12 ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതുപോലെ ഉണക്കമുളക് കൊടുത്തോളൂ കേട്ടോ, വറമുളക്. ഇനി ഞാൻ ഇതിനെല്ലാം ഒന്ന് നമ്മളുടെ ഇതുപോലത്തെ കമ്പിയിലൊന്ന് കോർത്തെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കണം കേട്ടോ. ഇത് ചൂടാതെ വെറും ഉള്ളി കൂട്ടി അരച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പുളിയൊക്കെ ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ്. ഇതുപോലെ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി ഇതുപോലെ ചുട്ടെടുത്തിട്ട് നമ്മൾ അരക്കില്ലേ, പച്ച ഉള്ളി ചേർത്തിട്ട്, അതിന് വേറൊരു ടേസ്റ്റാണ്. ചിലവരിതെല്ലാം വഴറ്റി അരയ്ക്കും, അത് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്കിത് ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഉണ്ട പുളി വേണം. ഈ അളവുകളെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തോളൂ. ഇത് ഞങ്ങൾ 2-3 ആൾക്കുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒരു ഇടികല്ലിലിട്ടിട്ട് ഈ കുഞ്ഞ് ഉരലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഉള്ളി ചതച്ചെടുക്കൂ, അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ടാൽ ചതഞ്ഞ് കിട്ടാൻ പാടാണ്. അപ്പോൾ ഉള്ളി ഒരു വിധം ചതഞ്ഞ ശേഷം നമുക്ക് ഈ മുളകും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. ഇത് കൂട്ടി നന്നായിട്ടൊന്ന് ചതച്ച ശേഷം നമുക്ക് ഇത് നന്നായിട്ട് കൈ കൊണ്ട് ചാലിച്ചെടുക്കണം കേട്ടോ. പുളി കൂടി ചേർത്തി ചതയ്ക്കുക. ഒന്ന് ചതച്ച ശേഷം ഇത് കൈ കൊണ്ട് നന്നായിട്ട് ചാലിക്കുക എന്ന് പറഞ്ഞാൽ ഞെരടി എന്താ പറയുക, നന്നായിട്ട് യോജിപ്പിക്കുക, മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് കേട്ടോ. ഇത് കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. എത്ര നന്നായിട്ട് മിക്സ് ആവണം അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉപ്പേ ചേർത്തുള്ളൂ. അപ്പോൾ പുളി കൂടി ചേർത്തിട്ട് അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. ഇത് എത്ര നന്നായിട്ട് മിക്സ് ആവണം അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരുവിധം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നോക്കുന്നത് ഇപ്പോൾ ഇത്രയ്ക്ക് ചതഞ്ഞിട്ടുള്ളൂ. ഇത്തിരി കൂടി ഒന്ന് നമുക്ക് മിക്സ് ആവാനുണ്ട് ഇത്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇനിയും കുറച്ചും കൂടി ഒന്ന് ചതയ്ക്കണം. എല്ലാം കൂടി ഒരു 5 മിനിറ്റ് സമയം വേണ്ടൂ. എന്നാലും ഈ കല്ല് കുറച്ച് ചെറുതായ കാരണം, ഇതിൻ്റെ സ്പേസ് കുറച്ച് കുറവായ കാരണം എനിക്ക് കുറച്ചധികം ടൈം ചതയ്ക്കേണ്ടി വന്നു. ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും ടേസ്റ്റാണ്. പക്ഷേ എന്നാലും നമുക്കൊരു ചെറിയൊരു വ്യത്യാസത്തിൽ ചെയ്യാം കേട്ടോ. ഇത് എത്ര കൂട്ടി യോജിപ്പിച്ച് നമ്മൾ തിരുമൂണോ അത്ര ടേസ്റ്റാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കണം കേട്ടോ. ഞാനത് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. നമുക്ക് ഈ ചമ്മന്തി ഇപ്പം നമ്മളുടെ ഒരു പ്ലേറ്റിലേക്ക്, ഏത് പ്ലേറ്റിലാണോ നമ്മൾ കഴിക്കാൻ എടുക്കണം അതിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ചില്ലേ, അത് വെളിച്ചെണ്ണ ഞാൻ ഉരുക്കി വെച്ചതായിരുന്നു. ഇവിടെ തണുപ്പായാലും പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടാക്കിയിട്ട് നമ്മുടെ ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയാണ് മെയിൻ പാർട്ട്. ഇനി നമുക്ക് ആ ഇടിച്ച കല്ലിലേക്ക് ഒരു അരക്കയിൽ ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചിട്ട് ആ ചോറ് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിച്ചു നോക്കും. എന്നിട്ട് പറയൂ ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയെന്ന്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മുമ്പിൽ വേറൊരു ടേസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. നല്ല തൈരും ചോറും ഈ ചമ്മന്തിയും നല്ല ഉരുളക്കിഴങ്ങ് വറുത്ത ഉപ്പേരി ഉണ്ടെങ്കിലുണ്ടല്ലോ, എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. ഒരു പറ ചോറൊക്കെ, അങ്ങനെ അതല്ല, ഒരു പറയല്ല, അതുപോലെ ഒരുപാട് ചോറ് കഴിക്കാം. അപ്പം നിങ്ങളിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും എനിക്ക് കമൻറ്റിൽ പറഞ്ഞു തരണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുക, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതിനെ ഇങ്ങനെയാണോ പേര് പറയുക എന്നൊക്കെ. നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമാണോ, ഞാൻ പറഞ്ഞ ഈ കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ടോ, എല്ലാം കമൻറ്റ് ചെയ്യണേ, മറക്കില്ലല്ലോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വർഷത്തിലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുന്നുള്ള ഫുൾ വിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ. ശരി കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ.